എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷൻ ആണ്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, യെസ്, ദ ഗോട്ട് സിനിമയുടെ സെക്കൻഡ് സിംഗിൾ എത്തിയിട്ടുണ്ട്. കാണാം. ഡയറക്റ്റ് നമുക്ക് അങ്ങോട്ട് കണ്ടിട്ട് പിന്നല്ല. എന്തായാലും 6 മണിക്കായിരുന്നു അത് അനൗൺസ് ചെയ്തിരുന്നത്. പക്ഷേ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടിട്ടുണ്ട്. അഭിമാനിക്കാം. ഈ ഒരു കാര്യത്തില് തമിഴും മലയാളവും ഒക്കെ കുറച്ച് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ടൈമിങ്ങിന്റെ കാര്യം. തെലുങ്കന്മാർ നമ്മളൊക്കെ ഇങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണമെങ്കിൽ അരമണിക്കൂർ മുന്നേ നമ്മൾ പുറപ്പെടും. മറ്റുള്ളവർ അങ്ങനെയല്ല, അരമണിക്കൂർ കഴിഞ്ഞിട്ട് പുറപ്പെടുള്ളൂ. അരമണിക്കൂറൊന്നല്ല, അരമണിക്കൂറും അല്ല. കളിക്കൊക്കെ അതായത് 2 ട്രെയിലർ വന്നു. 2 ട്രെയിലറും ഒരുപാട് ലേറ്റ് ആയിട്ട് വന്നു. യെസ്. ഓക്കെ, എന്തായാലും നമുക്ക് കാണാം. മുന്നേ വരുന്നത് ശരിയല്ല, കുഴപ്പമില്ല. ഓക്കെ. ഹീറോ சின்ன சின்ன கண்கள் சிரிக்கிறதோ, கருவறை நீந்தும் மணக்கிறதோ, எட்டு வைத்து வானம் வருகிறதோ, திட்டி புயல் நெஞ்சில் மூழ்கிறதோ, கண்ணே இனி ஒரு பாதம் பிரிவே இல்லை பிஞ்சே, நீ ஒரு கோடி தாயின் பிள்ளை, உறவெல்லாம் ஒன்றாக, விழியெல்லாம் தேனாக, இருளெல்லாம் தூளாக, பறவை கூட்டில் விண்மீன் பூக்க, மாறாத மாமணியாய் வந்தாயே உயிவாக, மனசெல்லாம் ஒளி வீச, மீசை கூட மழலை பேச, சின்ன சின்ன கண்கள் சிரிக்கிறதோ, கருவறை நீந்தும் மணக்கிறதோ, எட்டு வைத்து வானம் வருகிறதோ, தித்தி புயல் நெஞ்சில் மூழ்கிறதோ. மழை பொழிகிற 2ஆம் நாளில் விழும் துளியில் மாசில்லை. இது ஒரு வகை 2ஆம் பிறவி, வாழ்வில் இனிமேல் குறையில்லை. யுத்தம் புரிகிற மண்ணில் ரத்த பந்தம் போல் பலமில்லை. எழுந்திடு, வாழ் சுழற்றிடு, வான் கிழித்திடு, பயமில்லை. கீச்சை மறந்து போன கிளியின் மௌனம் போல, இதயம் தவித்த போது நீ இசையாய் உள்ளே வந்தாயே. உறவெல்லாம் ஒன்றாக, விழியெல்லாம் தேனாக, இருளெல்லாம் தூளாக, பறவை കൂട്ടിൽ വെൺമീൻ പൂക്ക. നക്ഷത്രങ്ങൾ ഒരുപാട് പറക്കുന്നുണ്ടല്ലോ. നമ്മളെ കൊണ്ട് നക്ഷത്രം എണ്ണിക്കാനാണോ? தோழி உன்னை பார்த்ததும் நேற்றின் முகம் யோசனையே, ரெட்டை ஜடை வாசனை நீதானா நிஜம்தானா? வயதின் முதல் காதலா, வார்த்தை இல்லா வெயிலா, சாட்சி இல்லா சாரலா, நீதானா நிஜம்தானா? அடியேதும் அறியா ഇതെനിക്കിഷ്ടമല്ല. വാട്ടെ തെണ്ടിത്തരം. എന്താണത്? വായ് ഗായ്സ്, ചെറിയൊരു പ്രശ്നമുണ്ട്. റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം തന്നെ. പ്ലേ ആവുന്നില്ല. എന്ത് പ്രശ്നം? എന്ത് സംഭവിച്ചത്?
എല്ലാവർക്കും ഉണ്ടോ അതോ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളോ? റേഞ്ച് കാണിക്കുന്നില്ലല്ലോ. എന്തത് നല്ല ഫീലില് എന്തൊരു കഷ്ടം. എന്താ പറയാ, നമ്മൾ കട്ട് ചെയ്യുന്നുള്ളതായിരിക്കും അവരുടെ വിചാരം, നടക്കൂല. എന്തൊരു ഫീല് വന്നോണ്ടിരിക്കുന്നു, ആ ഫീലും കളഞ്ഞ്. ഗൈസ് സോറി ഗൈസ്, ഒന്ന് മാറ്റി നോക്കാം. നടക്കുന്നില്ല ഗൈസ്, നമ്മുടെ കയ്യിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. എന്തൊരു കഷ്ടം നോക്കണേ. റെഡിയല്ലേ? காலம் பருவம் கடந்தாலும் கலையாமல் நின்றாயே போவாம் பல நாட்கள் பின்னே பின்னே வாழ்வோம் நாம் வளராத பிள்ளை போலே சின்ன சின்ன கண்கள் சிரிக்கிறதோ கருவறை மீண்டும் மணக்கிறதோ விட்டு வைத்து வாழும் வருகிறதோ தித்தி போய நெஞ்சம் உருகிறதோ ആ ഫീലാണ് നശിപ്പിച്ച് കളഞ്ഞ. അതിന്റെ ഇടയ്ക്ക് കോപ്പ് നല്ല മൂഡിൽ ഇങ്ങനെ വരുന്നിടത്ത് മറ്റേ ദ്രാവിഡിന്റെ പരസ്യം പോലെ ആയിപ്പോയി. നന്നായിട്ട് മാറ്റി ചെയ്തോണ്ടിരിക്കുമോ. അതെ, അതേപോലെ ആയിപ്പോയി. കണ്ട് നല്ല മൂഡിൽ വന്നിരിക്കുമ്പോ ഒരൊറ്റ നിൽക്കൽ. എന്തായാലും വളരെ മനോഹരമായ സുന്ദരമായ ഒരു സോങ്. ഭയങ്കര നമ്മള് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഫീലാണ് കേട്ടോ. ഫീൽ ഗുഡ് സോങ് എന്നൊക്കെ പറഞ്ഞത് തന്നെ ഭയങ്കര ഫീൽ വരുന്നുണ്ട്. അതും രണ്ടുപേരും ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. വിജയിന്റെ ആണെങ്കിലും എന്തായിരുന്നു ഭാവധരണിയും സൂപ്പർ വോയിസ്. ആളുടെ വോയിസ് ചെയ്തിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. അതെ, എന്തായാലും നല്ല സൗണ്ടാണ് രണ്ടുപേരുടേതും, ഭയങ്കര ഫീലും ഉണ്ട്. പിന്നെ യുവാന്റെ നല്ലൊരു സോങ് അല്ലെ, തിരിച്ചുവരവ്. സത്യം. ഫസ്റ്റ് സിംഗിൾ എന്താണ്, പക്ഷെ അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് നല്ല രസമുണ്ടായിരുന്നു. അതും വിജയ് അല്ലായിരുന്നു പാടിയത്? അതും വിജയ് പാടിയ കള്ളൻ. അതല്ല നമ്മള് അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിയാ. അതായത് ഒരൊറ്റ സിനിമക്ക് വേണ്ടി രണ്ടിൽ കൂടുതലോ അതോ ഒന്നിൽ കൂടുതൽ തന്നെ, രണ്ടിൽ കൂടുതലും ആയേക്കാം. പക്ഷെ മുൻപ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആള് 2 സോങ് ഒക്കെ പാടിയിട്ടുണ്ട്. അതിപ്പോ നോക്കാൻ നിന്നാ കുടുങ്ങി പോകും. ഇപ്പൊ അതിന് നേരല്ല. ഇതിന്റെ വർക്കും അടിപൊളിയാണ്. അതായത് വിഷ്വൽ ഈ പെയിന്റിങ്സ് ഒക്കെ ചെയ്ത രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്, കാർട്ടൂൺ പോലെ. പിന്നെ ഇതില് ആ അംബ്രല്ല അല്ലേ, അതിങ്ങനെ പാറി നടക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും. ആ അംബ്രല്ല ഉണ്ട് അവരുടെ പുറകത്തല്ല, അവരുടെ മുന്നേ പോകുന്നുണ്ട്, അവർക്ക് ഒപ്പമുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു വലിയൊരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ ശരിക്കും അതിൽ കൊണ്ടുവന്നുണ്ട്. എന്തെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ള അറിഞ്ഞൂടാ, അതറിയത്തില്ല. പക്ഷെ എന്തായാലും ഈ ചെയ്തു വെച്ചിരിക്കുന്ന ആ കാർട്ടൂണുകളാണെങ്കിലും വർക്കുകളൊക്കെ ഭയങ്കര രസമുണ്ട്. യൂസ് ചെയ്തിരിക്കുന്ന പിക്ചേഴ്സ് ഒക്കെ ഭീകര. അതെ, അതിന്റെ ഇടയിൽ കൂടി ഇതിന്റെ ഒറിജിനലും കൂടി അങ്ങ് വരുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുമ്പോ തന്നെ അത് ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ കൂടെ ഭയങ്കര മിക്സ് ചെയ്തേക്ക് നല്ല രസമായിട്ടുണ്ട്. എന്താണെങ്കിലും സൂപ്പർ സോങ് ആണ്, അടിപൊളി സോങ്. എനിക്ക് തോന്നുന്നു വിജയിന്റെ നല്ല അടിപൊളി ഒരു സോങ് വന്നേക്കുന്നത് അല്ലേ? അതെ, ഈ ഇതുവരെ ഈ സിനിമക്ക് ഉണ്ടായിരുന്ന ഹൈപ്പില്ലേ, അതുപോലെ അല്ല ഇപ്പോട്ടോ. അതൊരു സത്യം, വരുന്നതൊക്കെ നല്ലതാ. ക്വാളിറ്റി ഐറ്റംസ് സാധനം പുറത്തോട്ട് വന്നോണ്ടിരിക്കുന്നത്. പ്രതീക്ഷകൾ കൂടുന്നു, ടെൻഷനും. പ്രതീക്ഷകൾ കൂടുമ്പോഴാണല്ലോ ടെൻഷനും കൂടുന്നത്. അതാണ്, ഇത്രയും നാളും അതിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നില്ലായിരുന്നു. ഇനി ഇതിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചാൽ പോരാ. അതാണ്, മാത്രല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോണറാണ്. തീർച്ചയായിട്ടും ഏറ്റവും വലുത്. എന്താണെങ്കിലും കാത്തിരിക്കാം സെപ്റ്റംബർ 5 അല്ല, അതിന് മുന്നേ ഒരുപാട് വരാനുണ്ട്. ട്രെയിലറും ടീസറും സംഭവങ്ങളൊക്കെ തകർക്കാനുള്ളതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ. ഒരു വിഷയം കൂടി തീർച്ചയായിട്ടും നമ്മുടെ ഗണപതി വിജയുടെ ബർത്ത്ഡേ ആണെന്ന്, 50ാമത്തെ ജന്മദിനമാണ്. അപ്പോൾ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നൻ ബൈ. യെസ്.